അപസ്മാര രോഗിയായ ഒരു പെണ്ണ് നബിയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം റസൂലേ, എൻ്റെ അപസ്മാര രോഗം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് പ്രവാചകരെ, അതുകൊണ്ട് ഈ രോഗം മാറാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണേ, വ ഇൻ ശിഅ്തി സബർതി ലകിൽ ജന്ന, നീ ക്ഷമിക്കാൻ തയ്യാറാണോ, നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എങ്കിൽ ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അപസ്മാരം ബാധിച്ചു മറിഞ്ഞു വീഴുമ്പോൾ എൻ്റെ ഔറത്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, രോഗം അങ്ങനെ കിടക്കട്ടെ എന്ന് ആ സഹോദരി പറയുമ്പോൾ, സഹോദരങ്ങളെ, പിൽക്കാലത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ ആ പെണ്ണിനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദാ നോക്കൂ, സ്വർഗ സ്ത്രീയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഇംറഅത്തുൻ സൗദാ, ഇരുനിറത്തിലുള്ള ആ സ്ത്രീയെ നിങ്ങൾ നോക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവർക്ക് സ്വർഗമാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്നതാണ്. സുഹൃത്തുക്കളെ, ആഡംബരവും സുഖവും സൗഖ്യവും സന്തോഷവും എല്ലാം മറക്കും. നമ്മുടെ സ്വത്ത് മറ്റുള്ളവർ വീതം വെക്കും. നമുക്ക് മീതെ 3 പിടി മണ്ണ് വാരിയിട്ട് നമ്മുടെ ഉറ്റവരും ബന്ധുക്കളും തിരിച്ചു പോരുന്ന ആ ഏകാന്തതയുടെ നിമിഷത്തിൽ നമുക്ക് വിജയിക്കണം. അത് വിജയിക്കാൻ വേണ്ട വിദ്യാഭ്യാസം നാം പഠിക്കണം. അതിനുവേണ്ട വിശ്വാസം നാം കൈമുതലാക്കണം. മരിക്കും മുമ്പ് അവിടേക്കുള്ളത് നാം തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്.